ഏവർക്കും കൃഷിദർശന്റെ ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കർത്തവാവ് കഴിഞ്ഞു, കർക്കടക വാവ് കഴിഞ്ഞു. ബലിതർപ്പണങ്ങളും അതുപോലെ വിഭവസമൃദ്ധമായ സദ്യയ്ക്കുമൊക്കെ ശേഷം കേരളീയ മലയാളികൾ അടുത്ത ഇനി ഒരു 2 ആഴ്ച ഒരു വെളിപ്പാട് അകലെയാണ് നമ്മൾ തിരുവോണത്തിൽ ഇലയിട്ട് ഉണ്ണാനായി ഇരിക്കുന്നത്. നമ്മുടെ ഓണസദ്യയ്ക്ക് ഇലയടക്കം സദ്യയ്ക്ക് വിളമ്പുന്ന പച്ചക്കറികളിലും അതുപോലെ ചോറിലും എത്ര ഇനം സാധനങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിലെത്ര വരത്തരായിട്ടുള്ള പുറത്തുനിന്ന് അന്യ സംസ്ഥാനങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. സുരക്ഷിത പച്ചക്കറി അതിൻ്റെ ഉപയോഗവും ഉപഭോഗവും എത്രത്തോളം എന്ന് കേരള ജനത അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യത്തെക്കാളുപരി ഇന്നിൻ്റെ അനിവാര്യതയായി മനസ്സിലാക്കുന്നു. ഈ ഒരു വിഷയത്തിൽ വളരെ നൈപുണ്യത്തോടുകൂടി കൃത്യമായി വസ്തുനിഷ്ഠമായി സംസാരിക്കാൻ നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട വിഭാഗം പരിശോധനാ ലബോറട്ടറിയുടെ തലവനും അമരക്കാരനും പ്രൊഫസറുമായിട്ടുള്ള ഡോക്ടർ തോമസ് ബിജു മാത്യു സാറാണ്. സാറിനെ ഞാൻ പ്രേക്ഷകർക്കായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂടുപിടിച്ച് ചർച്ച ചെയ്യുന്ന വിഷയം കാർഷിക കേരളത്തിലെന്നല്ല മൊത്തം കേരള ജനത തന്നെ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ആഹാര സാധനങ്ങളിലുള്ള അവശിഷ്ട വിഷവും ആരോഗ്യപരമായി അതിലുടലെടുക്കുന്ന പ്രശ്നങ്ങളും തന്നെയാണ്. കൃഷി വകുപ്പ്, മറ്റ് ആരോഗ്യ വകുപ്പ്, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ഇവരൊക്കെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒട്ടനവധി പദ്ധതികൾ, പ്രത്യേകിച്ച് കൃഷി വകുപ്പിൽ 2016 ഒരു ആഹ്വാനമായി എടുത്തിരിക്കുകയാണ് ജൈവ സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ളത്. എല്ലാ പദ്ധതികളെക്കാളും നമ്മൾ ജൈവ കൃഷിക്കാണ് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നേറുന്നത്. ഈ അവസരത്തിലും നമ്മുടെ കേരളത്തിലെ പച്ചക്കറിയുടെ വിപണന മേഖലയിൽ എന്താണ് എന്നുള്ളൊരു തുറന്ന ചിത്രം പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കണം. പറയാം. മലയാളികൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ ഏതാണ്ട് 70% അന്യസംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. ഓരോ ചെക്ക് പോസ്റ്റ് കടന്ന് അന്യസംസ്ഥാനത്തും തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്, കർണാടക, ചില സമയത്ത് ആന്ധ്രാപ്രദേശിൽ നിന്നും കടന്ന് എത്തുന്ന പച്ചക്കറികൾ കൊണ്ട് മാത്രമാണ് നമ്മുടെ ആവശ്യം നടക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഒട്ടനവധി ജൈവ കർഷക കൂട്ടായ്മകളും ജൈവ കൃഷി സംരംഭങ്ങളുണ്ട്. വളരെ മെച്ചപ്പെട്ട രീതിയിൽ പരിപൂർണമായിട്ട് രാസരഹിതമായിട്ട് കൃഷി നടത്തുന്നുണ്ട്. അത് പക്ഷേ കേരളത്തിലെ അങ്ങേയറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ നമുക്ക് ആവശ്യമുള്ള ഏതാണ്ട് 2400 ടൺ പച്ചക്കറിയാണ് ഒരു ദിവസം നാം ഉപയോഗിക്കുന്നതെന്നാണ് അനൗദ്യോഗിക കണക്ക്. അപ്പോൾ ഓരോ ചെക്ക് പോസ്റ്റിലും 250-300 ലോറികളാണ് ഒരു രാത്രി കൊണ്ട് കടന്നെത്തുന്നത്. അപ്പോൾ ഇതിന് പരിപൂർണമായിട്ട് ഇതിനെ ഒഴിവാക്കി പരിപൂർണ സ്വയം പര്യാപ്തത കൈവരിക്കണമെങ്കിൽ കുറെ കൂടെ നമുക്ക് മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. നമുക്ക് ഉൽപ്പാദനമുണ്ട്, ഉൽപ്പാദനം വളരെ വർദ്ധിച്ചു. കൃഷി വകുപ്പ് പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത കഴിഞ്ഞ 2-3 വർഷങ്ങൾ, ഈ വരാൻ പോകുന്ന വർഷത്തിൽ ഇനിയും കൂടുതൽ പ്രോഗ്രാം. കൃഷിയോട് ഒരു താല്പര്യവും ഇല്ലാതിരുന്ന ആൾക്കാർ പോലും, യുവാക്കളും ചെറുപ്പക്കാർ, ഉദ്യോഗസ്ഥർ അനേകർ ഇതിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് വളരെ ആശാവഹമായൊരു കാര്യമാണ്. ടെറസിലോ അടുക്കളത്തോട്ടത്തിലോ നമുക്കാവശ്യമുള്ള കുറേ കൃഷിയെങ്കിലും നമുക്കാവശ്യമുള്ളത് ഗ്രോ ബാഗിലും അടുക്കളയിലും അടുക്കളത്തോട്ടത്തിലും വീട്ടുവളപ്പിലും ഒക്കെ ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതൊരു വളരെ നല്ലൊരു മാറ്റമാണ്. എന്നാൽ പൂർണ്ണമായിട്ട് നമ്മുടെ ആവശ്യത്തിന് ഉതകുന്ന രീതിയിൽ 2400 ടണ്ണോളം ദിവസവും ഉൽപ്പാദിപ്പിച്ച് കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ പാറശാല വരെ എത്തിക്കാനുള്ള ഒരു സംവിധാനം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഒരു സ്വപ്നമാണ്. അത് സാധിക്കും. 2016 സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമെങ്കിൽ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ചോദിച്ചോട്ടെ. നമുക്കിപ്പോൾ ആവശ്യമുള്ള പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നവ ഉദ്ദേശം എത്രയാണ്? നമുക്ക് മൊത്തം നമ്മുടെ വിപണിയിൽ എത്തുന്ന പച്ചക്കറികളുടെ ആ ഒരു കണക്കൊന്ന് പറയാമോ? കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇനങ്ങൾ നോക്കിയാൽ ഏതാണ്ടൊരു കണക്ക് വെച്ച് നോക്കിയാൽ ഒരു 65 വ്യത്യസ്ത ഇനം പച്ചക്കറികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 25ഓളം വ്യത്യസ്ത ഇനം പഴവർഗ്ഗങ്ങളുമുണ്ട്. അപ്പോൾ ഈ 65 ഇനത്തിൽ ഒരു 20 അല്ല പരമാവധി 25 ഇനമേ നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ ഓണസദ്യക്ക് സാമ്പാർ വയ്ക്കുന്നു. സാമ്പാറിന് വേണ്ടുന്ന ഉരുളക്കിഴങ്ങ്, സവാള, ചുവന്നുള്ളി, വെളുത്തുള്ളി ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഇത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമോ? ക്യാരറ്റ്, കോളിഫ്ലവർ, ക്യാബേജ് ഇതൊക്കെ വട്ടവട ഭാഗത്തൊക്കെ വളരെ സമൃദ്ധിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ റിക്വയർമെൻറ്റ്, നമ്മുടെ ആവശ്യത്തിന് തക്കവണ്ണം ഇത് ഉൽപ്പാദനം നടക്കുന്നുണ്ടോ, നടത്താൻ സാധിക്കുമോ?
ഇത് മുഴുവൻ ജൈവ രീതിയിൽ സാധിക്കുമോ? സർ, നമുക്കൊരു കോൾ ഉണ്ട്, കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ ഹലോ ചോദിക്കാം. ഹലോ ചോദിക്കാം. നമസ്കാരം സർ. നമസ്കാരം. എന്റെ പേര് ദാമോദരൻ എന്നാണ്. കണ്ണൂരിൽ മയ്യിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വിളിക്കുന്നത്. ചോദിക്കാം ദാമോദരൻ. അതെ, ഇപ്പൊ പിന്നെ വിഷമുക്തമായ പച്ചക്കറികളാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി നമ്മുടെ മൊബൈൽ മണ്ണ് പരിശോധനക്കെല്ലാം മൊബൈൽ ലബോറട്ടറി ഉള്ളതുപോലെ ഈ പച്ചക്കറിയുടെ വിഷാംശങ്ങൾ പരിശോധിക്കാൻ വേണ്ടി മൊബൈലായിട്ടുള്ള ഒരു ലബോറട്ടറി ഏർപ്പാട് ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാ. ദാമോദരന്റെ സംശയം മറുപടി പറയാം. നമുക്ക് പലർക്കും ഉള്ള ഒരു സംശയമാണിത്. നമ്മളിപ്പം രക്തപരിശോധന നടത്തുന്നു, അതിന് ചെറിയൊരു ഉപകരണമുണ്ട്. ഒറ്റ മിനിറ്റ് കൊണ്ട് അതിലെ രക്തത്തിലെ പഞ്ചസാര കണ്ടുപിടിക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ സാധിക്കും. അതുപോലെ പല പരിശോധനകളും ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വഴി ചെയ്യാം. എന്നാൽ കീടനാശിനി പരിശോധന ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കീടനാശിനി ഇന്ത്യയിൽ ഏതാണ്ട് 250-ൽ പരം വ്യത്യസ്ത കീടനാശിനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 100ഓളം സമ്പൂർണ്ണമായിട്ട് രാസഘടനയിൽ വ്യത്യസ്തമായ വിഷങ്ങളാണ് നമ്മുടെ പച്ചക്കറികളിലോ പഴവർഗ്ഗങ്ങളിലോ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതിൽ ഓരോന്നും കണ്ടെത്തി അതിൻ്റെ അളവ് പരിശോധിക്കണമെങ്കിൽ വിദേശ നിർമ്മിത കോടിക്കണക്കിന് വിലയുള്ള ഉപകരണങ്ങൾ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ഉപകരണങ്ങൾ ഒരു മൊബൈൽ സംവിധാനത്തിൽ കൂടി സെറ്റപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, അസാധ്യമെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിന് അക്രഡിറ്റേഷൻ ലഭിച്ച അന്താരാഷ്ട്ര തലത്തിലുള്ള അംഗീകാരമുള്ള ലാബറട്ടറി ആയിട്ട് സർക്കാർ തലത്തിൽ കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിലെ ISO അക്രഡിറ്റഡ് ISO 17025 അക്രഡിറ്റേഷൻ ഉള്ള ഒരു ലാബറട്ടറി ഉള്ളൂ. കൊല്ലത്ത് CEPC കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെയും സർക്കാർ മേഖലയിലുള്ള മറ്റൊരു ലാബറട്ടറിയാണ്. ചില സ്വകാര്യ ലാബറട്ടറികൾ കൊച്ചി ആസ്ഥാനമാക്കിയുണ്ട്. സർക്കാരിന്റെ ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് 4 ഗവൺമെന്റ് അനലിസ്റ്റ് ലാബറട്ടറികളുണ്ട്. അവിടെ ഈ വിഷാംശ പരിശോധനയ്ക്കുള്ള ഗ്യാസ് ക്രോമറ്റോഗ്രാഫ് മാസ് സ്പെക്ട്രോമീറ്റർ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ മാസമാണ് അതിന്റെ ഇൻസ്റ്റലേഷൻ നടന്നത്. അപ്പോൾ ഇങ്ങനെ ലാബറട്ടറികൾ സജ്ജീകരിക്കപ്പെട്ട് കൂടുതൽ ലാബറട്ടറികൾ ഉണ്ടെങ്കിൽ മാത്രമേ പരിശോധന സാധിക്കുകയുള്ളൂ. എളുപ്പത്തിലുള്ള പരിശോധനയല്ല. ഒരു പരിശോധന നടത്താൻ ഏതാണ്ട് 4000 മുതൽ 8000 രൂപയാണ് ചിലവ് ഒറ്റ പരിശോധന നടത്താൻ ഒരു സാമ്പിൾ. അപ്പോൾ ദാമോദരൻ വളരെ പ്രസക്തമായൊരു വിഷയത്തിലേക്കാണ് ദാമോദരന്റെ ചോദ്യം വിരൽ ചൂണ്ടിയത്. പക്ഷെ എന്നാലും അത് മനസ്സിലായല്ലോ. നമുക്ക് പാലിന്റെ കൊഴുപ്പ് ലാക്ടോമീറ്റർ വെച്ച് റീഡ് ചെയ്യുന്നത് പോലെ പച്ചക്കറിയുടെ സാമ്പിളുകൾ റീഡ് ചെയ്യാൻ കഴിയില്ല. അതിന് ഒരു മിനിമം സർ എത്ര ദിവസം എടുക്കും? ഒരു സാമ്പിൾ 4-5 ദിവസം. റിപ്പോർട്ടും കൂടെ ആവുമ്പോൾ ഒരു 5 ദിവസമെങ്കിലും എടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും പെരിഷബിൾ ആയിട്ട് പെട്ടെന്ന് ചീത്തയാവുന്ന ഇനം ഇതിന്റെ കൂട്ടത്തിന്റെ പച്ചക്കറി പെടുമ്പോൾ നമുക്ക് അന്യ സംസ്ഥാന ചെക്ക് പോസ്റ്റുകളിൽ ആ രീതിയിലൊരു സംവിധാനം കൃത്യമായിട്ട് ഒരുക്കിക്കൊണ്ടുപോകാൻ പലപ്പോഴും പാടാണ്. സാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ നിയമപരമായിട്ട് എത്രത്തോളം നമുക്ക് അന്യ സംസ്ഥാനം ഇപ്പൊ അതിനെപ്പറ്റി കുറച്ച് അടുത്ത കാലത്ത് വളരെ ചർച്ച നടന്നതാണ്. എങ്ങനെ നമുക്കത് മറികടക്കാൻ കഴിയും? വളരെ ശക്തമായ നിയമമുണ്ട്. 2006 പാസാക്കിയ ഭക്ഷ്യ സുരക്ഷിതത്വ നിയമവും 2011 പാസാക്കിയ ഭക്ഷ്യ സുരക്ഷിതത്വ ചട്ടങ്ങളും നിലവിലുണ്ട്. പക്ഷേ ഈ ചട്ടപ്രകാരം നേരത്തെ പറഞ്ഞ പോലെ ഒരു സാമ്പിൾ പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ടിൽ കണ്ടെത്തുന്ന വിഷാംശം അനുവദിച്ചിട്ടുള്ള പരിധി കടന്നാൽ നടപടിയെടുക്കണം. പക്ഷെ ഒരു പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന ഏതെങ്കിലും ഒരു പച്ചക്കറി, ഒരു തക്കാളി, ഇതിനകത്ത് വിഷാംശം കണ്ടെത്തിയാൽ ഇത് ആരുൽപ്പാദിപ്പിച്ചു, ഏത് ഫാമിൽ നിന്ന് വന്നു, ആരാണ് ഇതിൻ്റെ ഉൽപ്പാദകനെന്ന് കണ്ടെത്തണമെങ്കിൽ വളരെ ദുഷ്കരമാണ്. ഓരോ സ്ഥലത്തും ഓരോ സംസ്ഥാനത്തും ഉൽപ്പാദിപ്പിക്കുന്നത് അവിടുത്തെ മാർക്കറ്റിൽ വന്ന് പൂൾ ചെയ്യപ്പെടുകയാണ്. ഒട്ടൻചത്രമായാലും ഗുണ്ടൽപേട്ടായാലും എത്രയോ കർഷകരുടെ ഉൽപ്പന്നമാണ് പൂൾ ചെയ്തിട്ട് അതാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പല പല ട്രക്കുകളായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിശോധന തന്നെ ഇങ്ങനെ ഒരു പൂൾ ചെയ്യപ്പെട്ട പച്ചക്കറി ആയതുകൊണ്ട് അതിനെ കൃത്യമായിട്ട് ട്രേസബിലിറ്റി എന്നാണ് പറയുന്നത്. ട്രേസ് ചെയ്യുക, ഒറിജിൻ, അതിന്റെ സോഴ്സ് ഓഫ് ഒറിജിൻ കണ്ടുപിടിക്കുക. അങ്ങനെ ഏത് കൃഷിയിടത്തിൽ നിന്നാണ് ഇത് വരുന്നതെന്ന് കണ്ടെത്താൻ കഴിയാത്തിടത്തോളം നടപടികൾ അത്ര എളുപ്പമല്ല. വിൽക്കുന്ന കച്ചവടക്കാരെ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരികയോ അവരെ ശിക്ഷിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ ഉറവിടത്തിൽ ഈ കൃഷി ചെയ്യുന്ന കർഷകനോട് ഒരു പ്രത്യേക സംവിധാനം വഴി അവരെ മോണിറ്റർ ചെയ്യുകയും അവിടെ നിന്ന് സാമ്പിൾ പരിശോധിക്കുകയും അവരുടെ നിയന്ത്രണ
പരിപാടികളിൽ നമ്മൾ പോസിറ്റീവായിട്ട് ഇടപെടുകയും ചെയ്താലേ ഇതിനൊരു സാറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് സേഫ് ടു ഈറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ആ പ്രോജക്റ്റിന്റെ അമരക്കാരനാണല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പൊതുജനങ്ങൾക്ക് വിഷത്തിന്റെ അവശിഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് 3 മാസത്തിലൊരിക്കൽ ഗവൺമെന്റ് വെബ്സൈറ്റ് വഴി അതിന്റെ റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോജക്റ്റിനെ കുറിച്ചൊന്ന് പറയാമോ? ഈ പ്രോജക്റ്റ് 2013 ജനുവരി 1-ാം തീയതിയാണ് തുടങ്ങിയത്. ഇത് കൃഷി വകുപ്പിന്റെ ആവശ്യപ്രകാരം കൃഷി വകുപ്പും കാർഷിക സർവകലാശാലയും ഹോർട്ടികോർപ്പും SHM-ഉം VFPCKയും ചേർന്ന് നടത്തുന്ന ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രതിമാസം 120 സാമ്പിളുകൾ വിവിധ ജില്ലകളിലെ പൊതുവിപണിയിൽ നിന്ന് ശേഖരിച്ച് ലാബറട്ടറിയിൽ കൊണ്ടുവരും. അതോടൊപ്പം 80 സാമ്പിളുകൾ കർഷകന്റെ കൃഷിയിടത്തിൽ നിന്ന് ശേഖരിച്ച് ലാബറട്ടറിയിൽ കൊണ്ടുവന്ന് പരിശോധിക്കുന്നു. ഈ പരിശോധനാ ഫലം അപ്പോഴപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകളാക്കുകയും 3 മാസത്തിലൊരിക്കൽ സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതോടെയാണ് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് ഇതേപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ ഓരോ പച്ചക്കറിയിലും ഏത് കീടനാശിനി ഏതളവിൽ ഉണ്ട് എന്ന് പൊതുജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത് കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ മാത്രമാണ്. അതിനുശേഷമാണ് ഇതിനെപ്പറ്റി ഒരു നല്ലൊരു ബോധവൽക്കരണം ആൾക്കാരിൽ ഉണ്ടായതും ഒരുപാട് പേര് കൃഷിയോട് താല്പര്യമില്ലാത്തവർ പോലും കൃഷി ചെയ്യണം, സ്വന്തമായിട്ട് 10 മുളകോ ചീരയോ വെണ്ടയോ കത്തിരിയോ കൃഷി ചെയ്യണം എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ വന്നത് തന്നെ ഈ ഒരു ഞാനൊന്ന് ഇടപെട്ടോട്ടെ. നമ്മൾ ഈ വെബ്സൈറ്റിൽ ഈ കാര്യങ്ങൾ വന്നത് ആ മിനിറ്റിൽ തന്നെ മാധ്യമങ്ങൾ അത് പിടിച്ചെടുത്തിട്ട് കൂടുതൽ അവശിഷ്ട വിഷം കൂടിയ ഇനങ്ങൾ ഇപ്പൊ അതിനകത്ത് 1-2 ഐറ്റം ആയിരിക്കും ഏറ്റവും കൂടുതൽ മാരകമായി ഉണ്ടായിരിക്കുന്നത്. അവയെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് വഴി ഈ നമ്മൾ കഴിക്കുന്നതെല്ലാം അത് പച്ചക്കറി ആവട്ടെ ഫ്രൂട്ട്സ് ആവട്ടെ എല്ലാം വിഷമാണെന്നുള്ളൊരു സിഗ്നലാണ് പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ അതിനെപ്പറ്റി സാർ എന്ത് പറയും? ഇത് തീർച്ചയായും ഒരു വളരെ എക്സാജറേറ്റഡ് ആയിട്ട് വന്ന ഒരു ചിത്രമാണ്. പ്രത്യേകിച്ച് പച്ചക്കറിക്ക് വിഷപ്പച്ചക്കറി എന്നൊരു അഡ്ജക്റ്റീവ് തന്നെ ഉണ്ടായി അടുത്ത കാലത്ത്. അതൊട്ടും ശരിയല്ല. പച്ചക്കറികളെല്ലാം വിഷമയമാണെന്ന് പറയുന്നത് തെറ്റാണ്. എന്നാൽ വിഷം സ്ഥിരമായിട്ട് കാണുന്ന ചില പച്ചക്കറികളുണ്ട്. ഉദാഹരണത്തിന് മുളക്. ഇതാണ് മലയാളികൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് മുളകാണ്. പച്ചമുളക് പഴുത്ത് കഴിയുമ്പോൾ ചുവപ്പ് നിറത്തിലുള്ള ഈ മുളകാണ് ഉണക്കി വറ്റൽ മുളകാക്കുന്നത്. ഈ വറ്റൽ മുളകാണ് പൊടിച്ച് വിവിധ ബ്രാൻഡുകളായിട്ട് നമുക്ക് മുളക് പൊടി. അപ്പൊ ഞങ്ങൾ മുളക് പൊടി പരിശോധിച്ചു, വറ്റൽ മുളക് പരിശോധിച്ചു, പച്ചമുളക് പരിശോധിച്ചു. ഈ പരിശോധനകളിലെല്ലാം ഏതാണ്ട് 40-50% സാമ്പിളുകളിലും 2-3 ഇനം കീടനാശിനികൾ ഉണ്ടായിരുന്നു. കാരണം മുളകിന് ഒട്ടനവധി കീടബാധയുണ്ട്, കീടരോഗബാധയുണ്ട്. പ്രത്യേകിച്ച് ഒരിനം മണ്ടരിയുണ്ട്. ഈ മണ്ടരിയുടെ കീട നിയന്ത്രിച്ചില്ലെങ്കിൽ മുളക് ഇതുപോലെ കിട്ടില്ല. മുളകിൻ്റെ മൊട്ട് തന്നെ കരിഞ്ഞു പോകും, മുളക് കരിഞ്ഞു പോകും, മുളക് അതിൽ നിന്ന് പറിച്ചെടുക്കാൻ കിട്ടുകയില്ല. അപ്പോൾ മറ്റൊരു മാർഗ്ഗവുമില്ല. അപ്പോൾ നമ്മൾ കർഷകരെ ശരിക്കും ബ്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. കാരണം അവിടെ കീടനാശിനി പ്രയോഗം വേണം. പക്ഷെ അവിടെ നമ്മൾ 2-3 ദിവസത്തിലൊരിക്കൽ 2-3 കുപ്പിയിലെ കീടനാശിനി കൂട്ടിക്കലർത്തി ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെയാണ് തിരുത്തൽ നടക്കേണ്ടത്. അപ്പം നല്ല കാർഷിക മുറ ഗ്രാസ് റൂട്ട് ലെവലിൽ കർഷകരെ പഠിപ്പിക്കുന്നതിന് എല്ലാ സർക്കാർ ഏജൻസികളും കീടനാശിനി കമ്പനികൾ പോലും അവർക്കും അവരുടെയും പോളിസിയുടെ ഭാഗമാണ് ശരിയായ കീടനാശിനി പ്രയോഗം. പക്ഷേ ശരിയായ കീടനാശിനി പ്രയോഗം അല്ല നടക്കുന്നത്. കീടങ്ങൾ കുറെ കഴിയുമ്പോൾ പ്രതിരോധശേഷി ഉണ്ടാകും. കീടങ്ങൾക്ക് കീടനാശിനികളെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാകും. അങ്ങനെ കഴിവുണ്ടായി കഴിയുമ്പോഴാണ് ഒരു മരുന്ന് ഫലിക്കാത്തപ്പോൾ 2-3 മരുന്ന് മിക്സ് ചെയ്ത് വരെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം തെറ്റായ പ്രവണതകൾ എല്ലാ ചെടികളിലും എല്ലാ വിളകളിലും ഇല്ല. ചില വിളകളിൽ കറിവേപ്പ്, മല്ലിയില, പുതിന, എല്ലാത്തരം മുളകുകൾ, ഇങ്ങനെ ഒരു പരമാവധി ഒരു 10 അല്ലെ 12 ഇനം പച്ചക്കറികളിലാണ്. അത് കൂടുതലും അന്യസംസ്ഥാനത്താണ്. അവിടെയുള്ള കർഷകരെ ബോധവൽക്കരിക്കണം. ഏതെല്ലാം തരത്തിൽ ഇടപെടാൻ സാധിക്കുമോ ഇടപെടണം. അവരെ നിയന്ത്രിക്കണം. അവരുടെ കീടനിയന്ത്രണ ഉപാധികളിൽ മാറ്റം വരുത്തണം. സുരക്ഷിതമായ കീടനാശിനികളും ജൈവ കീടനാശിനികളും ഒക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അവിടെയാണ് വിജയിക്കേണ്ടത്. അവിടെ നമ്മൾ അയൽ സംസ്ഥാനങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് തുറന്ന ചർച്ച നടത്തണം. ആരും ആരെ പരസ്പരം പഴിചാരിയിട്ടൊരു പ്രയോജനമില്ല. സാർ ഞാനൊരു വളരെ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് മാർക്കറ്റ് ബിസിനസ് തന്നെ പിടിക്കാൻ ഈ ജൈവ ബ്രാൻഡഡ് സാധനങ്ങൾക്ക് കഴിയും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കിയിട്ട് ഒരുപാട് ബിസിനസ്സുകാർ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കച്ചവട മനസ്സിനെ പ്രത്യേകിച്ച് ഒരു
സെക്ഷൻ അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം സാമ്പിൾ പരിശോധനയ്ക്ക് വിട്ടതുകൊണ്ട് ആ ബാച്ച് മുഴുവൻ വിഷലിപ്തമാണെന്ന് പറയാൻ പറ്റില്ല. അടുത്ത ദിവസം എടുക്കുന്ന ലോട്ട് വേറെ ഏതെങ്കിലും ഒരു കർഷകന്റെ പ്ലോട്ട് എന്നായിരിക്കാം. അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് ഒരു സർട്ടിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ വില ലഭ്യമാക്കിക്കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ലിങ്ക് ഉണ്ടോ? ഞങ്ങളിപ്പോൾ നെടുമങ്ങാട് നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിലുള്ള റൂറൽ അഗ്രികൾച്ചറൽ ഹോൾസെയിൽ മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ലസ്റ്റർ കർഷകർ 25ഓളം കർഷകരുമായിട്ട് ചേർന്ന് അവരുടെ ഉൽപ്പന്നം അവർ ലേലം ചെയ്യാൻ കൊണ്ടുവരുന്ന ആ ഉൽപ്പന്നം സാമ്പിൾ ലാബറട്ടറി കൊണ്ടുവന്ന് പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് അവർക്ക് എത്രയും പെട്ടെന്ന് അവരിൽ എത്തിച്ചു കൊടുക്കും. അപ്പോൾ അതിനകത്ത് 25ഓളം കർഷകരിൽ 3-4 പേരായിരിക്കാം 3-4 പേരുടെ ഉൽപ്പന്നങ്ങളിലായിരിക്കാം വിഷാംശം കണ്ടെത്തുന്നത്. അപ്പോൾ അവരെ ഒരു കൗൺസിലിംഗ് അപ്രോച്ചിൽ കൂടെ അവരിൽ ഒരു മാറ്റം വരുത്തുന്നതിൽ വിജയകരമായിട്ട് സാധിച്ചു. പക്ഷേ ഒരു സ്ഥലത്തേ സാധിച്ചുള്ളൂ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട്. ഇത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ കർഷകരിലും എത്തിക്കണമെങ്കിൽ പരിശോധനാ സംവിധാനം കൂടെ വേണം. അപ്പോൾ നമുക്ക് ഒരു ലാബറട്ടറി വെച്ചിട്ട് ഈ തിരുവനന്തപുരത്തുള്ള ഒരു ലാബറട്ടറി വെച്ചിട്ട് കേരളം മുഴുവൻ ഇത് നടപ്പാകില്ല. എങ്കിലും വളരെ വളരെ പ്രോത്സാഹനജനകമായിട്ടുള്ള ഒരു റെസ്പോൺസാണ് ആ കർഷകരിൽ നിന്ന് കിട്ടിയത്. ഇതിന് ഉൽപ്പന്ന പരിശോധനാ സാക്ഷ്യപത്രം ഞങ്ങൾ ലാബറട്ടറിയിൽ നിന്ന് കൊടുക്കുന്ന അതുപ്രകാരം വിഷരഹിതമെന്ന് കണ്ട പച്ചക്കറികൾക്ക് 15% അധിക വില, ലേലത്തുകയുടെ 15% അധിക വില ഹോർട്ടികോർപ്പ് നൽകി. തീർച്ചയായും വളരെ ശ്ലാഘനീയമായ. അതെ, അത് ഹോർട്ടികോർപ്പ് മാർക്കറ്റിൽ സേഫ് ട്വീറ്റ് എന്ന് പറഞ്ഞ പ്രത്യേക കൗണ്ടറിൽ ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നതിനുള്ള ശ്രമവും. അപ്പോൾ എപ്പോഴും ഇത് പൂർണ്ണമായിട്ട് വിജയിക്കുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു നല്ല മാതൃകയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. സേഫ് ടു ഈറ്റ് എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രത്യേക ബ്രാൻഡ് പേരിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിന് വ്യക്തമായിട്ട് മനസ്സിലാവണം ഇത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കത്തില്ല. അതുമാത്രമല്ല ഇത് ഉൽപ്പാദിപ്പിച്ച കർഷകൻ ആരാണെന്നും ആ വിവരങ്ങളും കൂടെ അവിടെ ഒരു രജിസ്റ്ററിൽ സൂക്ഷിച്ചാൽ ആർക്ക് വേണമെങ്കിലും നമ്മളൊരു പാക്കറ്റ് ഉൽപ്പന്നം എടുത്താൽ അതിൻ്റെ പുറകിൽ ഒരു ബാർകോഡ് കാണും, അതിൻ്റെ ബാച്ച് നമ്പർ വിവരങ്ങൾ അതേപോലെ ഹോർട്ടികോർപ്പിലും സർക്കാർ വിപണന കേന്ദ്രങ്ങളിലെങ്കിലും ട്രേസബിലിറ്റി ഉറപ്പാക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും വലിയ നേട്ടമായിരിക്കും, ഏറ്റവും വലിയ വിജയമായിരിക്കും. അതിനുവേണ്ടിയുള്ള കർമ്മപരിപാടികൾ ആവിഷ്കരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സർ, ഇപ്പോൾ നമുക്കിപ്പം കേരളത്തിലുടനീളം അത്തരത്തിലൊരു ശൃംഖല ഉണ്ടാക്കി വരാൻ എന്തായാലും കുറച്ചുകൂടെ സമയം വേണ്ടി വരും. എങ്കിലും അത് നല്ലപോലെ പരീക്ഷിക്കാവുന്ന ഒരു മാതൃകയാണ്. ഇവിടെ ഒരിക്കൽ നെടുമങ്ങാടെ മാതൃക നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഒരു കർഷകന് സാറിൻ്റെ അവിടെയുള്ള ലബോറട്ടറിയിൽ കീടനാശിനിയുടെ അവശിഷ്ട പരിശോധന നടത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കർഷകനോ അല്ലെങ്കിൽ ഒരു ഉൽപാദകൻ? അതെ, ഉൽപാദകന് വേണ്ടി ഈ സേഫ് ടു ഈറ്റ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് സൗജന്യമായിട്ട്, അത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സൗജന്യമായിട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. സാക്ഷ്യപത്രം പ്രത്യേകിച്ച് ജൈവ കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. ഇടയ്ക്ക് ഇടപെടുന്നതിൽ ക്ഷമിക്കണം, ഒരു കോള് വന്നിട്ടുണ്ട്. ഹലോ 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 ചോദിക്കാം. ചോദിച്ചോളൂ. പിന്നെ ഈ പച്ചക്കറിയിലെ ഇങ്ങനെ ഇത്രയും വിഷം ചേർത്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അത് മലയാളികളായ നമ്മളെല്ലാരും ആലോചിക്കേണ്ട കാര്യമല്ലേ. പേരെന്താണ്? പേര് പറയൂ. പേര് മനോജ്. പേര് മനോജോ? യെസ് മനോജ്, നമ്മള് ഈ സാറ് പറഞ്ഞതുപോലെ 60 ഇനവും നമ്മുടെ ഇലയിൽ വിളമ്പിയാലല്ലേ നമുക്ക് തൃപ്തിയാവുള്ളൂ. ഏതെങ്കിലും ഒരു പാൽച്ചേമ്പോ ഏതെങ്കിലും ഒരെണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ അത്രയും ഒരു കൊഴുപ്പ് വരുമോ? മാത്രല്ല സാർ ചോദിക്കാം മനോജ്. സാറേ, ഇത് എന്തിനാണ് ഇങ്ങനെ വിഷം ചേർക്കുന്നത്? വിഷം ചേർക്കലല്ലിത്. ഇത് ഏത് കാർഷിക വിളയും ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന്റെ കുറച്ചുകൂടെ എന്റെ ചോദ്യം കുറച്ചുകൂടെ എന്നാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും അതാണല്ലോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതിയെ മാറ്റിയേ പറ്റൂ. നമുക്ക് ഇതായിട്ട് മാറ്റാൻ പറ്റില്ലേ? അതാണ് അതിനുവേണ്ടി നല്ല വളരെ ഫലപ്രദമായ സംയോജിത കീടനിയന്ത്രണ മാർഗങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ജൈവ കീടനിയന്ത്രണ ഉപാധികളുണ്ട്, ജൈവ കീടനാശിനികളുണ്ട്, സൂക്ഷ്മാണു കീടനാശിനികൾ. ഇതൊക്കെ ഒട്ടനവധി കർഷകർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കാർഷിക മേഖലയിലും ഇത് വ്യാപിപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല. പൊതുവെ കർഷകർക്ക് രാസ കീടനാശിനികളോടാണ് ആഭിമുഖ്യം. ആ ആഭിമുഖ്യം മാറണമെങ്കിൽ അവരുടെ മനോഭാവം മാറണം. ഈ മനോഭാവം മാറ്റാനാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടായിട്ട് പ്രവർത്തിക്കേണ്ടത്. അതെന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത്തരം കൂടുതൽ ചർച്ചകളിൽ കൂടെയും കൂടുതൽ മാറില്ല. മനോജ്, നമുക്ക് സമയം വളരെ കുറവാണ്. എന്തായാലും വിളിച്ചതിൽ നന്ദി.
സാർ നമുക്ക് ആ സൗജന്യ പരിശോധനയിലേക്ക് തിരിച്ചു സൗജന്യ പരിശോധന നമ്മുടെ ഇതിനു വേണ്ടി ചെയ്യേണ്ടത് മറ്റൊന്നുമില്ല. ഏത് കർഷകന്റെ കൃഷിഭൂമി ഉൾപ്പെടുന്ന കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസറുടെ ഒരു ലെറ്റർ, ഒരു ശുപാർശ കത്തായിട്ട് സേഫ് ടു ഈറ്റ് പ്രോജക്റ്റിന്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ വെള്ളായണി കാർഷികോള എന്ന മേൽവിലാസത്തിൽ ഒരു കത്തോടുകൂടി ഈ പച്ചക്കറി ഏതാണെങ്കിലും, അത് സലാഡ് വെള്ളരി ആണെങ്കിൽ 1 കിലോ സലാഡ് വെള്ളരി അത് കവറിൽ, പ്ലാസ്റ്റിക് കവറിൽ ഇടാൻ പാടില്ല. ഇപ്പോൾ ചൈന കവർ എന്ന് പറഞ്ഞ് നോൺ വോവൻ ഫാബ്രിക് കവർ കിട്ടും. അത് നോൺ വോവൻ ഫാബ്രിക് എന്നാണ് അതിന്റെ ആ കവറിന്റെ. ചൈന കവർ എന്നും ചൈന ക്ലോത്ത് കവർ എന്നും പറയും. അതിനകത്ത് ഈ പച്ചക്കറി ഇട്ട് ലേബലിട്ട് ആളിന്റെ, കർഷകന്റെ പേരും കർഷകന്റെ വീട്ടഡ്രസ്സും ഫോൺ നമ്പർ അടക്കം വെച്ച് ഇത് ഒരു ബോക്സിനകത്താക്കി വെള്ളായണി കാർഷികോളയിലെ ലാബറട്ടറിയിൽ എത്തിച്ചു തന്നാൽ അതിന്റെ പരിശോധിച്ച് സാക്ഷ്യപത്രം, ഉൽപ്പന്ന പരിശോധന സാക്ഷ്യപത്രമായിട്ട് അവർക്ക് കൃഷി ഓഫീസർ വഴി അയച്ചു കൊടുക്കുന്നു. ഈ പരിശോധനയ്ക്കുള്ള ചെലവ് വഹിക്കുന്നത് കൃഷി വകുപ്പാണ്. കൃഷി വകുപ്പ് മുൻകൂറായിട്ട് സർവകലാശാലയ്ക്ക് തന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. സാർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോൾ അടുത്ത കാലത്ത് വളരെ ഇതായിട്ട് നമ്മൾ ശ്രദ്ധയാകർഷിച്ച സാധനമാണ് വെജി വാഷ് എന്ന് പറഞ്ഞത്. അത് കാർഷിക കോളേജിന്റെ ഒരു ഉൽപ്പന്നമാണ്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് ഞങ്ങളുടെ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഈ അവസാനം ഉപഭോക്താവിന്റെ തലത്തിൽ എത്തുമ്പോൾ, അതായത് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തപ്പോൾ, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരായിട്ടുള്ള ദമ്പതികളൊക്കെ പലപ്പോഴും വിപണിയെ മാത്രം ആശ്രയിച്ചു പോകും. വിപണിയിൽ നിന്ന് മാത്രം ലഭിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇതിനെ വിഷവിമുക്തമാക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതിനെപ്പറ്റി കുറേ പഠനങ്ങൾ ഞങ്ങളുടെ PG വിദ്യാർത്ഥികൾ, PhD വിദ്യാർത്ഥികൾ അങ്ങനെ പല ഘട്ടങ്ങളായിട്ട് നടത്തിയ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അടുക്കളയിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന കുറേ വസ്തുക്കളുണ്ടല്ലോ, വിനാഗിരി, ഉപ്പ്, നാരങ്ങാനീര്, ബേക്കിംഗ് സോഡ, ഇങ്ങനെ കുറേ സാധനങ്ങൾ പരീക്ഷിച്ചതിൽ ഏറ്റവും മെച്ചപ്പെട്ടതായിട്ട് കണ്ട 2-3 പാചകത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളുടെ ഒരു പ്രത്യേക ഫോർമുല പരീക്ഷിച്ചപ്പോൾ അത് മാത്രമായിട്ട്, ഇപ്പോൾ വിനാഗിരി മാത്രമായിട്ട് ഉപയോഗിച്ചാൽ 50 മുതൽ 55% വരെ വിഷാംശം മാറുന്ന സാഹചര്യത്തിൽ ഈ ഫോർമുല ഉപയോഗിച്ചുള്ള ലായനിയിൽ 10 മിനിറ്റ് മുക്കി വെച്ചപ്പോൾ 75 മുതൽ 85% വരെ ഇതിന്റെ പുറമേ എന്ന് പറയുമ്പോൾ ഈ ഇതിന്റെ സലാഡ് വെള്ളരിയുടെ പുറവിൽ പറ്റിയിരിക്കുന്ന വിഷാംശം 70 മുതൽ 85% വരെ നീക്കം ചെയ്യാൻ സാധിക്കുമെന്ന് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞ ഒരു ഫോർമുല കണ്ടെത്തി. ആ ഫോർമുല ഞങ്ങൾ കാർഷിക സർവകലാശാല നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ 39 സംരംഭകർക്ക് കൈമാറി. ഈ 39 പേര് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ മാർക്കറ്റുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വെജി വാഷ് എന്ന് പറയുന്നത് പല പേരുകളിലുണ്ട്. ഈ ബോട്ടിലിനകത്തെ ലായനി 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിനകത്ത് 10-15 മിനിറ്റ് മുക്കി വെച്ച ശേഷം 2 തവണ സാധാരണ ശുദ്ധജലത്തിൽ കഴുകിയാൽ ഈ പച്ചക്കറികളുടെ പുറമെ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്ന മരുന്നുകൾ ചിലതൊക്കെ ഉണ്ട്, സിസ്റ്റമിക് എന്ന് പറയും, അന്തർവ്യാപന ശേഷിയുള്ളത്. പക്ഷെ ഞങ്ങളുടെ പരിശോധനയിൽ ഇതുവരെ കണ്ടെത്തിയ ഏതാണ്ട് 20-25 ഇനം കീടനാശിനികൾ 3-4 എണ്ണം മാത്രമേ അന്തർവ്യാപന ശേഷിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇതിന്റെ പുറമെയാണ് പറ്റിയിരിക്കുന്നത്. നമുക്കിത് കാണാൻ സാധിക്കില്ലല്ലോ, വിഷാംശം ഉണ്ടോ ഇല്ലയോ എന്ന് ഒരിക്കലും. കാരണം ppm 10 ലക്ഷത്തിലൊരംശം മുതൽ 100 കോടിയിലൊരംശം വരെയുള്ളൂ. ആ അളവിൽ, അത്ര നേരിയ അളവിൽ പോലും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇതിനെപ്പറ്റി നമ്മൾ ഇത്രയും. വളരെ വിഷമത്തോടെ ഞാൻ ഇടപെട്ടോട്ടെ, നമ്മുടെ സമയം തീരാറായി എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രേക്ഷകരുടെ മനസ്സിൽ ബാക്കി നിർത്തിയ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. സാറിന്റെ അഡ്രസ്സ് വെളിപ്പെടുത്തുകയാണ്. ഡോക്ടർ തോമസ് ബിജു മാത്യു, പ്രൊഫസർ, കീടനാശിനി അവശിഷ്ട പരിശോധനാ ലബോറട്ടറി, കാർഷിക കോളേജ്, വെള്ളായണി, തിരുവനന്തപുരം. ഫോൺ നമ്പർ 98 95 40 83 32. വളരെ പ്രസക്തവും വളരെ ആകാംക്ഷാഭരിതവുമായിട്ടുള്ള ഒരു ചർച്ച ആണിവിടെ കഴിഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. നിങ്ങൾക്ക് ഈ അഡ്രസ്സിൽ സാറുമായി ബന്ധപ്പെടാവുന്നതാണ്. വിലപ്പെട്ട സമയം നമുക്കായി നീക്കിവെച്ച സാറിനും കൃഷിദർശനും നന്ദി പറഞ്ഞു.